ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ ഗോവിന്ദ. എൻ്റെ ഒരു അനുഭവ കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്ത് എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ ഈ അനുഭവ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യണേ. ഇനി എൻ്റെ അനുഭവത്തിലേക്ക് കടക്കട്ടെ. പല മഹത് വ്യക്തികളുടെയും യൂട്യൂബ് ചാനലിലൂടെയാണ് നാമജപത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നാമജപം ചെയ്യാൻ ഞാനും തുടങ്ങി. നേരത്തെ എഴുന്നേൽക്കുന്നതിൽ അത്യാവശ്യം നല്ല മടിയുണ്ടായിരുന്നു എനിക്ക്. എങ്കിലും പോകെ പോകെ ഞാൻ നാമജപം ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു പുലർച്ചയ്ക്ക് അലാറം അടിച്ചപ്പോൾ ഞാൻ ഉണർന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഉണരാൻ തോന്നിയില്ല. ഉണരാനല്ല, എഴുന്നേൽക്കാൻ തോന്നിയില്ല. ഞാൻ വീണ്ടും മടി പിടിച്ച് കിടന്നു. വീണ്ടും മയക്കത്തിലേക്ക് ഞാൻ വഴുതി വീഴവേ ഒരു കിളിക്കൊഞ്ചൽ ഏതോ ദൂരെ നിന്നു, എനിക്കറിഞ്ഞുകൂടാ എങ്ങനെ പറയണമെന്ന്, ഏതോ അഗാധമായ തലങ്ങളിൽ നിന്നും എന്നെ വിളിക്കുന്ന പോലെ അമ്മേ എന്ന ഒരു വിളി. ഞാൻ ഞെട്ടി ഉണർന്നു. പിന്നെ എനിക്ക് കിടക്കാനായില്ല. വേഗം കൈകാലുകൾ കഴുകി വന്ന് ഞാൻ നാമം ജപിക്കാനിരുന്നു. നാമം ജപിച്ചുകൊണ്ടിരിക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെ വിളിച്ചത് എൻ്റെ ഉണ്ണിക്കണ്ണനാണെന്ന്. ഇന്നും ഞാനത് അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാൻ നാമജപം തുടരുന്നു. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എനിക്ക് ചെയ്തു തീർക്കാനായില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ നാമം ജപിക്കാറുണ്ട്. പക്ഷേ കഴിവതും ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ജപിക്കുവാനാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അതിലൂടെ കൈവന്ന മാറ്റം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ മനസ്സിന് കിട്ടുന്ന മനസ്സമാധാനം, ശാന്തി എല്ലാം ഞാൻ അറിയുന്നു. എന്നെ വീണ്ടും ഉറങ്ങിപ്പോകാൻ അനുവദിക്കാതെ നാമം ജപിക്കാൻ വേണ്ടി വിളിച്ചുണർത്തിയ എൻ്റെ ഉണ്ണിക്കണ്ണൻ, എൻ്റെ കണ്ണ, അങ്ങേക്കല്ലാതെ ആർക്കാണ് എൻ്റെ മനസ്സിനെ ഇത്രയേറെ തിരിച്ചറിയാനാവുക? കൃഷ്ണ, എങ്കിലും അങ്ങ് എൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന് എന്നെ വിളിച്ചല്ലോ, എന്നെ വിളിച്ചുണർത്തിയല്ലോ. ആത്മാവിൻ്റെ ഏതോ അഗാധ തലങ്ങളിൽ നിന്നും എന്ന പോലെ ഞാൻ കേട്ട ആ വിളി ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. അതെൻ്റെ മനസ്സിനെ സദാ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. എല്ലാവരെയും ഭഗവാൻ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരട്ടെ. കൃഷ്ണ, വഴി കാണിക്കണേ. വിളക്കേന്തി മുന്നിൽ നടക്കണേ. കൈപിടിച്ച് നടത്തണേ. അങ്ങല്ലാതെ മറ്റാരുണ്ട് ആശ്രയം ഈ ഭൂമിയിൽ? ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ ഗോവിന്ദ.